ഇറാൻ ഇസ്രയേൽ സംഘർഷം ലോകത്തിന്റെ മുഴുവൻ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മളുടെ മലയാളം മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം പോകുന്നു, മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമോ, അല്ലെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമോ, അതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ? ഇസ്രയേൽ ഇറാൻ വാർ എന്ന് പറയുന്നത് അത് ഉടനെ ഒന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല. കാരണം അത് തുടങ്ങിയതും വളരെ നേരത്തെയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ സിലേഷ്യയും കാനോനും അത് വളരെ പഴക്കമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ്. യുദ്ധത്തിലെ ഇരു കക്ഷികളും എബ്രഹാമിക് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരാണ്. അവരുടെ യുദ്ധം തുടങ്ങിയത് ഇന്നൊന്നുമല്ല, വളരെ വളരെ പഴയ കാലത്തെ തുടങ്ങിയതാണ്. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ട് 1914 17 മറ്റോ ആണ് ബ്രിട്ടൻ ഒരു ഓഫർ വെച്ചത്. നൊമാഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസിന് ഒരു രാഷ്ട്രം നൽകാം, ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോകമഹായുദ്ധമൊക്കെ ഉണ്ടായി, ഒന്നും സംഭവിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ഇതേ വിഷയം അവര് ഉന്നയിക്കുകയും 1947 48 മറ്റോ ആണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം കൊടുക്കുന്നത്. ഇസ്രയേല് ഇതിന്റെ ഭാഗമായിട്ട് ഇരട്ട പെറ്റ പോലെ പാലസ്തീനും ഉണ്ടായി. അതിൻ്റെയൊക്കെ പാലസ്തീനുണ്ടായി. അപ്പം പാലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രവും ഇസ്രയേൽ എന്ന് പറഞ്ഞ രണ്ട് രാഷ്ട്രവും ഉണ്ടായി. അതിൽ അന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയോ മറ്റോ വെച്ചിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന ജെറൂസലേം രണ്ട് കക്ഷികൾക്കും കൂടി ഉപയോഗിക്കാവുന്ന ജോർദാന്റെ കീഴിലുള്ള വത്തിക്കാൻ പോലൊരു സ്വതന്ത്ര രാജ്യമായിട്ടാണ്, അല്ലെങ്കിൽ സ്വതന്ത്ര തലസ്ഥാനമായിട്ടാണ് അതിനകത്ത് എൻവിസേജ് ചെയ്തത് അല്ലെങ്കിൽ സങ്കല്പിച്ചിരുന്നത്. അത് ആ ക്ലെയിം ഇസ്രയേൽ ഉന്നയിച്ചതോടുകൂടി 3 ദിവസത്തിനും ആദ്യത്തെ വെടിപൊട്ടി. അതിൽ ടർക്കിയും ഈജിപ്തും സിറിയയൊക്കെ കക്ഷിയേരുകയും പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് 58 68 അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിൽ അവർ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചു. ആ സംഘർഷം ഇന്നും തുടരുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇവർക്ക് യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കക്ഷികളോ ഇടപെട്ട് ഇവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതുമെങ്കിൽ പോലും വിദ്വേഷം, സ്പർദ്ധ തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു വിഷയമുള്ളത്, ഇപ്പോഴ് ഇസ്രയേൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനാണ് ഈ ഇസ്രയേലിനെതിരെയുള്ള ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ സഹായിച്ചുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഉരുപ്പെടുന്നത്. അതിന് ഇറാന്റെ സഹായമുണ്ട്. ആ സഹായം അവര് വളരെ കടുത്ത, അതായത് ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്ന നിലയിലാണ് ഇസ്രയേൽ അതിനെ എടുക്കുന്നത്. ഇറാന് അതിനൊരു നിലയ്ക്ക് നിർത്തിയെങ്കിൽ മാത്രമേ, അതായത് മധ്യധരണ്യാഴിയിൽ നിന്നുള്ള ഈ സഹായം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ലഭിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇസ്രയേലി ജനതയ്ക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. അപ്പൊ അതിന് അവരിപ്പോൾ ഒരു 23 ഒക്ടോബറിൽ ആരംഭിച്ച സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഇതൊരു തുടർ യുദ്ധം അല്ലെങ്കിൽ തുടർ സംഘർഷമായിട്ട് അതിങ്ങനെ തുടരാനാണ് സാധ്യത. ഇപ്പോൾ
കടുത്ത ആക്രമണം ഉന്നയിച്ചിരിക്കുന്നത് അവർ പുറത്തു പറയുന്ന ഇസ്രയേൽ പുറത്തു പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ ആണവ നിരായുധീകരണത്തിന്റെ ഇറാനിൽ ആണവായുധങ്ങളുണ്ട്, അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളുണ്ട്, അതൊക്കെ ന്യൂട്രലൈസ് ചെയ്യണം. പിന്നീട് ഈ ഏരിയയിൽ മധ്യാഹ്നാഴി പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കുന്ന ഭീകരവാദികളെ അടിച്ചമർത്തണം. ഇവിടെ സ്വതന്ത്ര വ്യാപാരവും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളും നടപ്പാക്കാനായിട്ട് ഉള്ള ശ്രമം വേണം. ഇതാണ് ഇസ്രയേലിന്റെ പക്ഷം. ഇത് അവര് പറയുന്നത് കൊണ്ട് തന്നെ ഈ സംഘർഷം ഇന്നും നാളെയൊന്നും അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ കേരളത്തിൽ നിന്ന് ആളുകൾ ആവി കൊള്ളുന്നതിന്റെ കാര്യം അത് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മലയാളികളെ യുദ്ധത്തിന്റെ കെടുതിയെപ്പറ്റി അറിയാത്തത് കൊണ്ടുമാണ്. മലയാളി ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിരിൽ കിടക്കുന്ന മലയാളിയല്ല, കേരള മലയാളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിരിൽ കിടക്കുന്ന ആളുകളല്ല. അവർക്ക് യുദ്ധത്തിന്റെ വൈഷമ്യം എന്താണെന്ന് അറിയത്തില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് വൻപിച്ച സാമ്പത്തിക തകർച്ച ഉണ്ടാകും, പിന്നീട് ഭക്ഷണം, കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമം, ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഒരു യുദ്ധത്തിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. അത് 5000 കൊല്ലം മുമ്പേ തന്നെ നമ്മുടെ ഒരു ഇതിഹാസകാരൻ വ്യാസൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെയും ഇപ്പോൾ ഇസ്രായേലി ഇറാൻ യുദ്ധത്തിന്റെയും പ്ലോട്ടുകൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു രാജ്യം വേണം. അതാണ് ഒരു പക്ഷത്തിന്റെ ആവശ്യം. അത് കൊടുക്കില്ല എന്ന് മറുപക്ഷം. അത് ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ്. അത് ചൂതുകളിച്ചും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിച്ചും പരിഹസിച്ചും പിന്നെ അരക്കില്ലം ചുട്ടും സ്ത്രീയെ ആക്ഷേപിച്ചുമൊക്കെയാണ് അത് കുരുക്ഷേത്ര യുദ്ധത്തിലെത്തിയത്. ചരിത്രം, ഇതിഹാസം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അനന്തരഫലവും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു യുദ്ധവും സമാധാനം ഉണ്ടാക്കില്ല. പലരും പറയുന്നത് യുദ്ധങ്ങൾ പവിത്രമാണ് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ജെറൂസലേമിന്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വഖഫ് ഭൂമിയാണ്. അതായത് ദൈവം നേരിട്ട് ഇസ്ലാമിന് കൊടുത്തതാണ്. പക്ഷേ ഇതേ ഒരു പക്ഷം ഇസ്രേലികൾക്കുണ്ട്. അവരുടെ 2 പേരുടെയും പൈതൃകം ആരംഭിക്കുന്നത് എബ്രഹാമിലാണ്. 2 പേരുടെയും അല്ല, 3 പേരുടെയും. ക്രിസ്ത്യാനികളുടെയും പൈതൃകം അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നിട്ടും അവർക്ക് തമ്മിൽ സ്പർദ്ധയാണ്. കുരുക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിയാലും അത് തന്നെയാണ് കാണുന്നത്. ഒരേ പൈതൃകത്തിൽ നിന്നും വരുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ അന്യോന്യം ഏറ്റുമുട്ടി അവസാനം വലിയ ദുരന്തമാകുന്ന ഒരു ചിത്രമാണ്. എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. ഇതിൽ ഒരു വിഭാഗം പറയുന്നത് പോലെ ഇത് പവിത്ര യുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഗ്രന്ഥം ഉയർത്തിക്കാട്ടി പവിത്ര യുദ്ധമാണെന്ന് പറയുകയാണെങ്കിൽ മറുഭാഗത്തിനും അതുപോലെ പറയാനുണ്ട്. അവരുടെ അവകാശത്തിന്റെ യുദ്ധമാണ് എന്ന് പറയാനുണ്ട്. ഒരിക്കലും ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമുണ്ട്, കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധമായിരുന്നു എന്ന്. യുദ്ധത്തിൽ എവിടെയാണ് ധർമ്മമുള്ളത്? യുദ്ധത്തിൽ ഒരിക്കലും ധർമ്മം ഉണ്ടാകാറില്ല. യുദ്ധത്തിലുണ്ടാകുന്നത് എപ്പോഴും അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ദൈന്യവും ദീനതയും അധികാരം പിടിച്ചു പറ്റാനുള്ള ആക്രാന്തവുമാണ്.
ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനോടനുബന്ധിച്ച് വേറെ രസകരമായ കുറച്ചുകൂടെ ഒരു നർമ്മഭാവനയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ മനുഷ്യ പ്രയത്നം ചെയ്തുണ്ടാക്കിയ ആയുധങ്ങളാണ് ഇരുപക്ഷവും ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ പിന്നിൽ വളരെ മനുഷ്യപ്രയത്നം ഉണ്ടായിരുന്നു. ഈ മനുഷ്യപ്രയത്നത്തിൻ്റെ സുഖം അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളം ഒരുപാട് ജനത ജീവിതാവശ്യത്തിന് എടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധം മുന്നോട്ട് പോകാനാണ് ഒരു സാധ്യത. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഇതൊരു ആഗോള യുദ്ധമാകാനുള്ള സാധ്യത ഇപ്പോഴില്ല. കാരണം അത് പഹൽഗാമിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതോടുകൂടി, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അതില് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയിരുന്നത് ആണവ നിലയമുണ്ട്, അണുബോംബുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. ആ ഒരു മിത്ത് ഇപ്പോൾ നിലവിലില്ല. അതോടുകൂടി ഈ ആണവ യുദ്ധം എന്ന് പറഞ്ഞ വിഷയം ശൈത്യത്തിലേക്ക് മാറി. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഇസ്രേലി ഇറാൻ യുദ്ധത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അവര് യുദ്ധം ചെയ്യും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, പിന്നീട് അരക്ഷിതാവസ്ഥ അവർക്കും പിന്നെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കും ലോകമെമ്പാടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. അതിൽ ഒരുപാട് പേര് ആശങ്കപ്പെടും. പക്ഷേ യുദ്ധത്തിന് ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും സഹനത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള രചതരേഖയൊന്നും കാണുന്നില്ല ഇപ്പോൾ. യെസ്, അതാണ്. എന്തായാലും ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഒപ്പം ലോകം ആശങ്കയിലാണ് ഈ യുദ്ധം ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച്. അതിനിടയിൽ മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങളും വലിയ രീതിയിലുള്ള ഭീതി ഉളവാക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധം പരിസമാപ്തിയിൽ എത്തേണ്ടതുണ്ട്. അതിന് അശോക് സർ പറഞ്ഞതുപോലെ ചർച്ചകൾ വേണം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ സഹനം, ഇതൊക്കെ ഇരു രാജ്യങ്ങളിലിടയിൽ ഏതെങ്കിലും ഒരു രാജ്യം സ്വീകരിച്ചാൽ മാത്രമേ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകൂ എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.